ചലച്ചിത്രത്തിൻ്റെ മാജിക് അതിൻ്റെ നിർമ്മാണത്തിലെ രഹസ്യാത്മകത തന്നെയാണ്. അതുകൊണ്ട് വലിയ രഹസ്യങ്ങൾ പൊളിക്കുന്നത് ഒരു സിനിമാ തൊഴിലാളി എന്ന നിലയ്ക്ക് സ്വയം നഗ്നനാകുന്നത് പോലെയാണ്. അതുകൊണ്ട് അത്യാവശ്യം ചെറിയ സാങ്കേതിക രഹസ്യങ്ങൾ, ചില ടെക്നിക്കുകൾ നമുക്ക് പരിശോധിക്കാം. ആരംഭദശയിൽ സിനിമ ചലിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമുള്ള ഒരു മീഡിയമായിരുന്നു. ഈ ഘട്ടത്തെ സൈലന്റ് എറ എന്നാണ് ചലച്ചിത്ര നിരൂപകർ പറയുന്നത്. പിന്നീട് ടോക്കീസ് ആകുന്നതോടെയാണ് സിനിമ ശക്തി കൈവരിക്കുന്നത്. ശബ്ദത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇവിടെ പരീക്ഷിക്കപ്പെട്ടു. ലോക സിനിമയുടെ ആദ്യ ദശയിലെ വഴികാട്ടികളിൽ ഒരാൾ ഓർസൺ വെൽസ് എന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിറ്റിസൺ കെയ്ൻ എന്ന ചിത്രം ലോക സിനിമയിലെ അത്ഭുതങ്ങളിലൊന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. ശബ്ദത്തിൻ്റെ ശക്തി സാധ്യതകൾ അനുഭവിച്ചറിഞ്ഞ ആളായിരുന്നു ഓർസൺ വെൽസ്. H.G. വെൽസിൻ്റെ വാർ ഓഫ് ദ വേൾഡ്സ് എന്ന വിഖ്യാത നോവൽ BBC റേഡിയോയിലൂടെ ഓർസൺ വെൽസ് വായിച്ചു കേൾപ്പിച്ചു. അവതരണത്തിൻ്റെ മൂർച്ച കൊണ്ടും ശബ്ദത്തിൻ്റെ സ്വാഭാവികത കൊണ്ടും ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ വീടുകളിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി. യഥാർത്ഥത്തിൽ ഏതോ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കുകയാണെന്ന് അവർ ധരിച്ചു പോലും. അതാണ് യഥാർത്ഥ ശബ്ദത്തിൻ്റെ ശക്തി. ഇന്ത്യൻ സിനിമയിൽ സൗണ്ട് എഫക്ട്സ് എന്ന സാങ്കേതിക ശാഖ തിരിച്ചറിയപ്പെടുന്നത് തന്നെ 70കളിലാണ്. രമേഷ് സിപ്പിയുടെ ഷോലയുടെ സൗണ്ട് എഫക്ട്സ് ഡിസൈനർ ജെറി ക്രോംപ്ടൺ എന്ന വിദേശിയാണ് ശബ്ദത്തിൻ്റെ അനുഭവ സീമകളുടെ വ്യാപ്തി പ്രേക്ഷകന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഈ ചിത്രത്തിലെ ഓഡിയോഗ്രാഫർ S.Y. പടക്കിൻ്റെ സംഭാവനയും ചെറുതല്ല. പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ നമുക്ക് അഹങ്കരിക്കാൻ, അഭിമാനത്തോടെ എടുത്തു പറയാൻ ഒരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിഴലിൻ്റെയും നിലാവിൻ്റെയും ചന്തവും തിരമാലകളുടെ ഹുങ്കാരനാദവും കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച ഭാർഗവി. എ വിൻസെന്റ് എന്ന ചലച്ചിത്രകാരൻ പ്രഗത്ഭനായ ഒരു ഛായാഗ്രാഹകൻ മാത്രമായിരുന്നില്ല. സിനിമയുടെ ശക്തി ദൗർബല്യങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ കംപ്ലീറ്റ് ഫിലിം മേക്കറായിരുന്നു. മലയാളം അത്തരമൊരു സമഗ്രതയെ ആദ്യം തൊട്ടറിയുകയായിരുന്നു. വാചാടോപ കസർത്തുകളുടെ സ്ഥാനത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശൈലീകൃതമായ ചെറു സംഭാഷണങ്ങൾ വന്നു. സംഭാഷണങ്ങൾക്കിടയിലെ നിശബ്ദതയെ നിറച്ചത് അർത്ഥപൂർണമായ പശ്ചാത്തല ശബ്ദങ്ങളായിരുന്നു. ഇതൊരുക്കിയത് ശബ്ദലേഖന സംവിധായകൻ V. ശിവറാം എന്ന സാങ്കേതിക വിദഗ്ധനായിരുന്നു. ഭാർഗവി നിലയത്തിലെ വളരെ പ്രശസ്തമായ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു എന്ന് തുടങ്ങുന്ന ഗാനത്തിനിടയിൽ തിരമാലകളുടെ ശബ്ദ സാന്നിധ്യമുണ്ട്. അത് സൃഷ്ടിച്ചത്, ആ എഫക്റ്റ് സൃഷ്ടിച്ചത് വൈരം തോമസ് എന്ന ഒരു വയലിനിസ്റ്റായിരുന്നു. സുപ്രസിദ്ധ സംഗീത സംവിധായകരായ ബാബുരാജിൻ്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും സഹായിയായിരുന്നു വൈരം തോമസ്. വെറും സാധാരണ ഗിൽറ്റ് പേപ്പർ കൊണ്ടാണ് ഗാനത്തിനിടയിൽ നമ്മൾ കേൾക്കുന്ന തിരമാലകളുടെ ശബ്ദം അദ്ദേഹം പുനഃസൃഷ്ടിച്ചത്. പിന്നീട് മലയാള സിനിമയിൽ സൗണ്ട് എഫക്ട്സ് രംഗത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഈ കറുത്തു മെലിഞ്ഞ കന്നഡക്കാരൻ. വൈരം വളരെ നമ്മളെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഉള്ളൊരു കഥാപാത്രമാണ്. വൈരത്തിൻ്റെ ജീവിതം മുഴുവൻ ശബ്ദങ്ങൾ മാത്രമാണ്. വൈരം എവിടെയും ചെല്ലുമ്പോഴും ഇങ്ങനെ വൈരത്തിന് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാത്രമല്ല, ശ്രവിക്കും പൂർണ്ണമായ ശ്രവണ ശേഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺട്രാസ്റ്റ്. പക്ഷേ അദ്ദേഹം എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിയും. എവിടെ ഒരു ശബ്ദമുണ്ടെങ്കിൽ, ഒരു ചലനം കാണുമ്പോൾ അതിൻ്റെ ശബ്ദമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ശബ്ദം പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാറുണ്ട്. അപ്പം പിന്നെ രാത്രിയിലൊക്കെ ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അന്ന് അവർ ചിത്രാഞ്ജലി ആ സ്റ്റുഡിയോ എറക്റ്റ് ചെയ്ത ശേഷം അവിടെ നടക്കുന്ന ഏറ്റവും വലിയ 1980-ലൊക്കെ 81-ലൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അന്ന് ഏകദേശം 3 മാസങ്ങളോളം നമ്മൾ അവിടെ താമസിച്ചിട്ട് ഇതിൻ്റെ ശബ്ദങ്ങൾ ക്രമീകരിക്കുന്നതിൽ മാത്രം കളക്ട് എടുത്ത് ഓരോ ഷോട്ടിലും വേണ്ട ശബ്ദങ്ങൾ ക്രോഡീകരിച്ചെടുക്കുന്നതിന് മാത്രം 3 മാസം. മിക്സിംഗ് എന്ന് പറയുന്നത് പിന്നീടാണ്. സ്റ്റീരിയോഫോണിക് മിക്സിങ്ങിന് മുമ്പായിട്ട് പല ട്രാക്കുകളിലായിട്ട് ഓരോ സീനുകളിലും ശബ്ദങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി മാത്രം 3 മാസത്തോളം അവിടെ ചിലവഴിച്ചിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞാലും വൈരം നേരെ ഒരു റെക്കോർഡറുമായിട്ട് ഈ പറമ്പുകളിലൂടെയും ഇരുട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് രാത്രിയുടെ ശബ്ദങ്ങൾ എവിടെ ഇപ്പോൾ അദ്ദേഹമായിട്ടൊരു കാറിൽ യാത്ര ചെയ്യുമ്പോഴും പെട്ടെന്ന് അദ്ദേഹം പറയും, നിർത്ത്, അവിടെ ഒരു സൗണ്ട് ഉണ്ട്, എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഇല്ലാത്തൊരു ശബ്ദം കണ്ടാൽ അത് പലപ്പോഴും ശബ്ദം കണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, അന്ന് നിസ്സാര സാധനങ്ങളാണ്. അന്ന് ഈ വെള്ളം കോരുന്ന ശബ്ദമൊക്കെ കൊടുക്കുന്നത് പിള്ളേരുടെ കളിക്കുന്ന ടോയ് വെച്ചിട്ട് കറക്കി. അതുപോലെ ഈ കടലിലെ ശബ്ദം കൊടുക്കുന്നത് അരിപ്പ, ഈ നമ്മൾ അരിയടിക്കുന്ന അരിപ്പ് വെച്ചിട്ട് അതിനകത്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് കടുക് മണി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കിയിട്ടാണ് സൗണ്ട് സിങ്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ തിര വന്നടിക്കുന്നത് കൈ വെച്ച് വാ വെച്ചും കാൽ വെച്ചും ഒരേ സമയം എഫക്റ്റ് കൊടുക്കുന്നത്. പിന്നെ കിളി പറന്നു പോകുന്ന ശബ്ദം, 2 കാട് വെട്ടി വെച്ചിട്ട് അതിൻ്റെ ചെറുകടി കൊടുക്കുന്നു, കിളി പറന്നു വന്ന് കിളിയുടെ ശബ്ദം കൊടുക്കുന്നത് വാ വെച്ചാണ്.
അപ്പോൾ അതിനിടയ്ക്ക് കാല് വെച്ച് വേറെ എന്തെങ്കിലും കൂടെ കൊടുക്കും. അതേമാതിരി ഒരു ജീനിയസ് ആയിരുന്നു വൈരം. മലയാള സിനിമയിലെ സാങ്കേതിക വിസ്ഫോടനമായിരുന്നു പടയോട്ടം എന്ന് മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞു. 6 ട്രാക്ക് സ്റ്റീരിയോ ഫോണിൽ ഒരുക്കിയ ശബ്ദവിന്യാസത്തിന് തട്ടൊരുക്കിയത് വൈരമായിരുന്നു. വളരെ വിചിത്രമായ ചില സങ്കേതങ്ങളിലൂടെയാണ് അദ്ദേഹം ഇഫക്ട്സ് ഒരുക്കിയത്. ഒരു കുതിരവണ്ടിയുണ്ട് അതിൽ, ഒരു ഈ നാട്ടുരാജാവ് പോകുന്ന ഇപ്പോൾ ഇച്ചിരി ഗ്രാൻഡായിട്ടുള്ള, എനിക്കൊന്ന് 4 കുതിരയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 4 കുതിരയും അതിൻ്റേതായ സൗണ്ടും പിന്നെ ഈ കുതിര വണ്ടിക്കുള്ള ആ വീല് തറയിൽ കൂടെ ഓടുന്ന സൗണ്ട്, ഇതെല്ലാം കൂടെ ഈ നമ്മൾ അരയ്ക്കുന്ന അമ്മിക്കല്ല്, ആട്ടുകല്ല്, പിന്നെ ഭീരങ്കിയിലിടുന്ന ഈ കാനൺ ബോൾ ഇതുണ്ടല്ലോ, ഇത്, പിന്നെ മണൽത്തരി, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്, പിന്നെ ഈ പറഞ്ഞ സ്പ്രിങ് പേപ്പർ ക്ലിപ്പൊക്കെ ഉണ്ട് അതിൽ. ഇതൊക്കെ വെച്ചിട്ട് ഒരു 5-6 പേരെ പുള്ളി റിഹേഴ്സ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ വണ്ടി ഓടുന്ന സൗണ്ട്, നമ്മൾ അവിടെ കാണുന്ന ഓബ്ജക്ട്സും ആ സ്ക്രീനിലെ പിക്ചറുമായിട്ട് ഒരു കണക്ഷനുമില്ല. ഞാനതാ പറഞ്ഞു വന്നു. പക്ഷേ ലൂപ്പ് ഓടി തുടങ്ങുമ്പോൾ പുള്ളി അത് ഇവരെല്ലാവരും കൂടെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ വണ്ടി ഓടുന്നതിന്, പിന്നെ ചില സ്ഥലത്ത് ആ വീല് ചെന്നിട്ട് ഏതെങ്കിലും തറയിൽ ഗട്ടറിൽ വീഴും. അപ്പോൾ ആ വീലൊന്നും ഇതാകുമ്പോൾ അപ്പോൾ ഈ മൊത്തം സ്പ്രിങ്ങും ഈ ഇതിൻ്റെ വെയിറ്റും ഒക്കെ കൂടെ ഭയങ്കര വെയിറ്റ് കിട്ടും അതിന്. അങ്ങനെ ഒരു മാജിക്ക് പുള്ളി അങ്ങോട്ട് ആ ഒരു ടേക്കിൽ ഒരു മാജിക്ക് നമുക്ക് കാണാം. ഈ വെറും ഈ കല്ലും കഷ്ണവും ഇതിൽ നിന്നും ഒരു മാജിക് ഉണ്ടാകുന്നത് സൗണ്ടിൻ്റെ ഒരു മജീഷ്യൻ തന്നെ ആയിരുന്നു. ഒരു കടലിൽ പോകുന്ന ഈ ഗുരുവിൻ്റെ അകത്ത് ഭാരമുള്ള ചാക്കുകെട്ടുകളൊക്കെ ആയിട്ട് അടിമകൾ നടക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ചിത്രീകരിക്കാം. അപ്പോൾ അതിനകത്ത് ഈ ചിത്രാഞ്ജലിയുടെ ആ ഫ്ലോറിനകത്ത് തന്നെ വലിയ വലിയ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൻ്റെ ശബ്ദം എടുക്കാനായിട്ടൊക്കെ. അപ്പോൾ അത്തരം ടാങ്കുകളൊക്കെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്, ഇതെല്ലാം അങ്ങനെ കിടക്കും. അപ്പോൾ ഈ വൈരം വളരെ ഭാരമുള്ള ഒരു ചാക്കുകെട്ടുമായിട്ട് ആ ആയാസത്തോടെ നടക്കുന്ന പലകമേലെ കൂടെ നടക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം നടന്ന് അതിലുള്ള ശ്രദ്ധ സ്ക്രീനിൽ നോക്കി ചെയ്ത വഴിക്ക് അദ്ദേഹം ഈ കുഴിയിൽ വീണുപോയി. അന്ന് അദ്ദേഹത്തിൻ്റെ കാല് ഫ്രാക്ചർ ആകുകയും പിന്നീട് അദ്ദേഹം അത് ജീവിതകാലം മുഴുവൻ ഒരു മുടന്ത് ഉള്ളയാളായിട്ട് ജീവിക്കേണ്ടി വന്നു. എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിലെ നാഴികക്കല്ലായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രം. ദൃശ്യവും ശബ്ദവും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഈ ചിത്രമായിരുന്നു വൈരം എന്ന പ്രതിഭയുടെ അവസാന ചിത്രം. കുട്ടിച്ചാത്തൻ്റെ ഡബിൾ പോസിറ്റീവ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ പറ്റി ചോദിക്കും. അതുപോലെ തന്നെ ഓരോ ജോഗ്രഫി നമ്മൾ വിഷ്വലി കാണുന്നതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, ഈ ഫ്രെയിമിനപ്പുറത്തേക്ക് പാൻ ചെയ്താൽ എന്താണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പം അന്ന് എന്നെ സംബന്ധിച്ച് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് അന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ മകനും പുള്ളിയുടെ അസിസ്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇവരെ അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ദിലീപ് താഹിലിൻ്റെ ക്യാരക്ടർ പറയുമ്പം സച്ചിയോട് പറഞ്ഞു, നീയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ. അങ്ങനെ ഓരോരുത്തർക്കും ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ കൗതുകം ഉണ്ടാക്കിയൊരു സംഗതിയാണ്. പിന്നെ ഈ എഫക്ട്സ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 3-4 പ്രാവശ്യം പുള്ളി ഈ സിനിമ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഡബ്ബിങ് നടക്കുമ്പോൾ കൂടെ ഒന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിത്രാഞ്ജലി തിരിച്ചു വരുമ്പോൾ എന്നെ കൂടെ വിളിച്ച് ഈ സ്പോട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ നേരെ ഒരു നടപ്പാണ്, അമൃത വരെയാണ് നടക്കുന്നത്. പക്ഷേ സ്റ്റാച്ചു വഴിയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ നടപ്പിലുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫാൻസി സ്റ്റോറുകളിൽ കയറുക. അപ്പോൾ ഒരു കമ്മലെടുക്കും, എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കമ്മലിങ്ങനെ കിളുക്കി നോക്കും. അപ്പം കുറേ കമ്മലുകൾ എടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം ബേബി സോണിയുടെ കമ്മൽ ഇതായിരിക്കും എന്ന് പുള്ളി അങ്ങനെ ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ വളകൾ. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല, പല പല പ്രോസസ്സിലൂടെയാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരിട്ടിരുന്ന ആഭരണങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ടോയ്സ്, ഇതിങ്ങനെ എല്ലാ കടകളിലും കയറി നമ്മളൊരു 5 മണിക്ക് നടക്കുന്ന യാത്ര ഒരു രാത്രി 10 മണി വരെ ഇങ്ങനെ പല പല കടകളിൽ കയറുക. വഴിയിൽ കാണുന്ന ഈ റോഡിലേക്ക് കിടക്കുന്ന ചില പാട്ടുകളും കാര്യങ്ങളും അത് കണ്ട് അതും പെട്ടെന്ന് എടുത്ത് അവിടെ നിന്നിട്ട് കുലുക്കി നോക്കുക, അല്ലെങ്കിൽ തട്ടി നോക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പുള്ളി ഒക്കറീന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ആ ഇൻസ്ട്രുമെൻറ്റ് കാണുന്നത്. അതൊരു പോസ്റ്റ് ലൈൻ കൊണ്ടുണ്ടാക്കിയതാണ്, പല പല ഡിഫറെൻറ്റ് ഹോൾസ് ഉള്ളതാണ്. ഈ ഒക്കറീന തന്നെ ആ കുട്ടിച്ചാത്തൻ പടത്തിൽ എഫക്റ്റിന് വേണ്ടി പലയിടത്ത് പുള്ളി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു കുക്കു ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ കുക്കു ക്ലോക്കിൻ്റെ ശബ്ദം ഉപയോഗിക്കത്തില്ല. അപ്പം ഇളയരാജയുടെ മ്യൂസിക്കാന്ന് അറിയാം. അപ്പോൾ അതൊക്കെ പുള്ളി മ്യൂസിക് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയും, അതിൻ്റെ ശ്രുതി ചേർന്നിട്ട് ചെയ്യാറുള്ളൂ. അപ്പം മ്യൂസിക്കുള്ള പോർഷൻസിൽ ഈവൻ കൊലുസിൻ്റെ ശബ്ദം പോലും
വളകൾ പോലും പുള്ളി അങ്ങനെയുള്ളത് മ്യൂസിക് അവിടെ ഉണ്ടാവും എന്നുള്ള ആൻറ്റിസിപ്പേഷനിൽ അതിൻ്റെ ശ്രുതി കേൾക്കുന്നിടം വരെ പുള്ളി വെയിറ്റ് ചെയ്യും. 10-20 പെട്ടി ആയിട്ട് വരും ഇവർ. ആ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഇവരുടെ തന്നെയാണ് ഈ പെട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോയാൽ അതൊരു വല്ലാത്തൊരു ലിസ്റ്റാണ്. ടൈപ്പ് റൈറ്റർ തുടങ്ങി ചില കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ, കസേരയുടെ പാർട്സ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ആ സാധനത്തിൻ്റെ സൗണ്ട് ഉപയോഗിക്കുന്നത് കസേരയ്ക്ക് വേണ്ടിയിട്ടല്ലായിരിക്കും ചിലപ്പോൾ. ഈ പടത്തിൽ ഒരു സൈക്കിൾ റിക്ഷ പോകുമ്പോൾ അതിൻ്റെ സൗണ്ടിന് ഉപയോഗിച്ചത് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ എന്തോ ഒരു സ്പ്രിങ്ങാണ്. ഇപ്പോൾ കുട്ടിച്ചാത്തൻ തന്നെ അതിനകത്ത് ആ ഒരു ഡോർ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ശരിക്കും ഒരു ചെറിയ നമ്മുടെ ഈ എന്താ പറയുക വിജാവരിയില്ലേ, ഒരു ചെറിയ വിജാവരി വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പിടിച്ചിട്ട് ആ കൈ കൊണ്ടുള്ള അതിൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയോ അങ്ങനെ എന്തോ ഒരു പുള്ളിക്ക് മാത്രം അറിയാവുന്ന ഒരു ട്രിക്കാണ്. അല്ലെങ്കിൽ ഒരു വലിയ വാതിൽ ഉണ്ടാക്കി വെച്ചിട്ട് തുറന്നാൽ ചെറിയൊരു വിജാവരി പോലെ സാധനം വെച്ച് അതിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്ത്, അപ്പോൾ അതിനൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതായത് ഈസിയായിട്ട് തുറക്കാൻ പാടില്ല, അപ്പോൾ തുരുമ്പ് വേണം, അപ്പോൾ ആ തുരുമ്പ് ഉള്ള സാധനം തപ്പിയെടുത്തിട്ടുണ്ടാവണം. പക്ഷെ അത് ഹോൾഡ് ചെയ്ത് അതേ സാധനം വെച്ച് നമ്മൾ തുറന്നാൽ ആ ശബ്ദം കിട്ടത്തില്ല. 1986 നവംബർ 17 താളങ്ങളുടെയും ശബ്ദങ്ങളുടെയും ലോകത്തു നിന്നും ഈ മാന്ത്രികൻ യാത്രയായി. എത്ര സാങ്കേതിക വൈദഗ്ധ്യം പ്രകടിപ്പിച്ചാലും അന്തിമ വിധികർത്താവ് സംവിധായകൻ തന്നെയാണ്. അതുകൊണ്ടാണ് മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിൽ മികച്ച ശബ്ദലേഖനം ഉണ്ടാകുന്നത്. സൗണ്ട് എഞ്ചിനീയറുടെ റോളും ഇവിടെ നിർണായകമാണ്. പഥേർ പാഞ്ചാലിയിലെ മഴ, എലിപ്പത്തായത്തിലെ തട്ടിൻപുറത്തെ ശബ്ദങ്ങൾ, ശ്യാം ബെനഗലിന്റെ പീരീഡ് ചിത്രങ്ങളിലെ ശബ്ദ സൂക്ഷ്മത, ഇതെല്ലാം ആ സംവിധായകരുടെ കയ്യൊപ്പ് കൂടിയാണ്. സ്വയംവരത്തിന് തന്നെയും ഈ അതാത് ലൊക്കേഷനിലുള്ള ശബ്ദത്തിനപ്പുറം പോയിട്ടുള്ള പല ശബ്ദങ്ങളും നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പോയി റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രെയിന്, തിരമാലകൾ തുടങ്ങി പല പ്രത്യേക ശബ്ദങ്ങൾ. കുടിയേറ്റത്തിലെ ശബ്ദങ്ങളെല്ലാം തന്നെ ഞാൻ നേരിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിലെ എല്ലാ ശബ്ദങ്ങളും, അതിലെ ഡബ് ചെയ്ത പിന്നെ ആളുകളുടെ ഡയലോഗ് ഒഴിച്ച് ബാക്കിയുള്ള സകല ശബ്ദം മധ്യതിരാങ്കൂർ മുഴുവൻ സഞ്ചരിച്ച് പല സമയങ്ങളിലെ പല ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്തതാണ്. കീരിക്കാട്, മുതുകുളം എന്നൊക്കെ ഭാഗങ്ങളിലൊക്കെയുള്ള ചില ശബ്ദങ്ങളുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വീടുകളിലും നാമം ജപിക്കുന്ന ഒരു പതിവുണ്ട്. ഇത് ഈ പടത്തിൽ കേൾക്കാം. അതുപോലെ തന്നെ കള്ള് ഷാപ്പിലെ ആളുകൾ പിന്നെ ഇരുന്ന് സംസാരിക്കുന്നത്, അവർ തമ്മിലുള്ള വഴക്കൂടൽ, അതിൻ്റെ ഒരു നല്ല ശതമാനം ഒരു പിന്നെ വൈകുന്നേരം നല്ല ബിസിനസ് നടക്കുന്ന സമയം ഒരു കള്ള് ഷാപ്പിനുള്ളിൽ പോയി വിളിച്ചിരുന്നിട്ട് റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളാണ്. അവളെ സ്വയംവരത്തിന് ഞങ്ങൾ ഒരിക്കൽ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നതിൻ്റെ ശബ്ദം, യഥാർത്ഥത്തിൽ ഒരാളിനെ അങ്ങനെ നിർത്തിയിട്ട് പഠിപ്പിക്കുന്ന ശബ്ദം എടുക്കുന്നതിന് പകരം ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി നിന്നിട്ട്, മതിലിന് പുറത്ത് നിന്നിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പം ഏതോ അടുത്ത ട്യൂട്ടോറിയലിലെ പിന്നെ വല്ലവരും സ്പൈങ് ചെയ്യുകയാണെന്ന് കരുതിയിട്ട് ഈ ട്യൂട്ടോറിയൽ ഉടമ വന്ന് ഞങ്ങളെ വിരട്ടിയ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ കേസ് കൊടുക്കും, പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ച് മദ്യപന്മാർ ഞങ്ങൾ റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ തല്ലാൻ ഓടിച്ചിട്ടുണ്ട്. വൈരത്തിന് ശേഷം മലയാള സൗണ്ട് ഇഫക്റ്റ് രംഗത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ടീമായിരുന്നു പ്രകാശ് മുരുകേഷ്. പ്രകാശും മുരുകേഷും വൈരത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയായിരുന്നു. പ്രകാശും മുരുകേഷും പിന്നീട് സെപ്പറേറ്റഡായി. പ്രകാശ് ഇപ്പോൾ ബാംഗ്ലൂരിലും മുരുകേഷ് ചെന്നൈയിലും പ്രവർത്തിക്കുകയാണ്. മലയാള സിനിമയിലെ സൗണ്ട് ഇഫക്ട്സ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന 2 പേർ അരുണും സീനുവുമാണ്. ഇവർ മുരുകേഷിൻ്റെ തന്നെ ശിഷ്യന്മാരാണ്. സിനിമയിൽ കഥാപാത്രങ്ങൾ ചലിക്കുമ്പോൾ, കൊടുങ്കാറ്റ് വീശുമ്പോൾ, സ്ഫോടനങ്ങൾ സംഭവിക്കുമ്പോൾ ശബ്ദം കൊണ്ട് അതിന് ആത്മാവ് നൽകുന്നത് സൗണ്ട് ഇഫക്ട് സ്പെഷ്യലിസ്റ്റുകളാണ്. സിനിമയിലെ തികച്ചും കാണാമറയത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. മലയാള സിനിമയിലെ സൗണ്ട് ഇഫക്ട് സ്പെഷ്യലിസ്റ്റുകളിലെ ഏറ്റവും യുവതലമുറയിലെ ഏറ്റവും തിരക്ക് പിടിച്ച, ഏറ്റവും തിരക്കുള്ള 2 പേരാണ് അരുൺ സീനു. നമ്മൾ അവരുടെ സ്റ്റുഡിയോയിലാണ്, നമുക്ക് അവരെ പരിചയപ്പെടും. അരുൺ സീനു, ഇത് മലയാളം നന്നായി അറിയുന്ന ആളുകളാണ്. മലയാള സിനിമകളാണ് മുഴുവനായിട്ട് ചെയ്യുന്നത്. കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യമൊക്കെ പറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ 2 പേരും ചേർന്ന് സ്വതന്ത്രമായി വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും? 2002. അപ്പോൾ ഇപ്പോൾ ഒരു 7 വർഷമായി. 2003 ആക്ച്വലി 2002 എൻഡിൽ. എത്ര പടം പണിയിരിക്കും? ഇപ്പോൾ 175 ഫിലിം ആச்சு.
ഇത്രയും 7 വർഷം കൊണ്ട് 175 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ அந்த காலத்துல இருந்த டெக்னிக்ஸ்ல இருந்து என்னென்ன சேஞ்சஸ் வந்திருக்கு? டோட்டல் சேஞ்ச், டோட்டல் அட்வான்ஸ் சிஸ்டமில் பண்ணுறது ரொம்ப பீஸ்ஃபுல்லாக இருக்குது. അപ്പോൾ അന്നേക്ക് നമ്മൾ നിറയെ விஷயങ്ങൾ കൈ വെച്ച് பண்ண இப்போ ஃபுட் ஸ்டெப்ஸ் எல்லாம் கையால் அன்னைக்கு இன்றைக்கும் அது போல் இருக்குது. இப்போ எல்லாம் ஃபுட் ஸ்டெப்ஸ் எல்லாம் காலில் ஷூ போட்டு லைவாக இப்போ படத்தில் எப்படி என்ன ஷூ யூஸ் பண்ணுறாங்களோ அது போல் ஷூ தான் போட்டு யூஸ் பண்ணுறாங்க. போலீஸ்னால் போலீஸ் பூட்டு, இப்போ கேன்வாஸ்னால் கேன்வாஸ், அது போல். இப்போ லேடி ஹீல் மாதிரி போடும், அது நம்ம காலுக்கு செட் ஆகுது. அது சில சமயத்தில் கையில் வச்சு கொடுக்கும், சிலது லைவாக ரெக்கார்ட் பண்ணி அதுக்கு சிங் பண்ணுவோம், அது போல் இருக்குது. எப்படி இன்ஃபர்மேஷன் கலெக்ட் பண்ணுறது? இப்போ அட்வான்ஸ்டாக ஒரு டெக்னாலஜி வந்திருக்கு, ஒரு ஸ்டைல் வந்திருக்கு, ஒரு நியூ டெக்னிக் வந்திருக்கு, அதை பற்றி எப்படி தெரியுது? அது இப்போ நான் சில ஃபிலிம் பார்ப்பேன், பார்த்து அந்த ஒரு ஐடியா வச்சு இது நம்ம ட்ரை பண்ணி பார்ப்போம். மற்றபடி எதுவும் நம்மளுக்கு தெரியாது. அப்புறம் உங்களை மாரி மீட் பண்ணுறாங்க டேரக்டர்ஸ் சொல்கிறத வச்சு தான் நம்ம தெரியும். இப்போது நாங்களும் வந்து நிறைய படங்களுக்கு வந்து டைம் எடுத்து போடணும், படம் எல்லாம் சொல்லுவாங்க இங்கிலீஷ் படம் மாதிரி வரணுன்னுவாங்க, ஆனால் டைம் கிடைக்காது. அவங்க 1 month டைம் கொடுத்தாங்களா, 2 months அது இங்கிலீஷ் படம் பண்ணுவாங்க. நமக்கு 10 days எல்லாத்தையும் முடிக்கணுன்றப்போ ரொம்ப கஷ்டமாக இருக்குது. நம்மளால் அது மாதிரி பண்ண முடியும், ஆனால் டைம் இல்லையே அப்படின்னு ஒரு வருத்தம் அது போல் இருக்குது நிறைய. ലെതർ പീസസ് വെച്ചിട്ട് ഫുഡ് സ്റ്റെപ്സ് കൊടുക്കരുത്, അതിൽ കൊഞ്ചം ക്രീച്ച് ജാസ്തി വേണമെന്നല്ല ചില പുതിയ ലാംഗ്വേജ്. അപ്പൊ ക്രീച്ച് എന്നാന്ന് പുരിയില്ല എനിക്ക്. അപ്പൊ ക്രീച്ച് എന്ന് പറയുന്നത് ഇവര് നേരത്തെ പറഞ്ഞ ക്രീച്ചിൽ മനസ്സിലാകുന്നത്, ക്രീച്ച് എന്ന് പറയുന്നത് അതിന്റെ സൗണ്ടാണ്. ഇപ്പൊ ഒരു ബോട്ട് ഇട്ടിട്ട് ഒരാള് ഒരു മണലുള്ള സർഫേസിലൂടെ, മണലും അടിയിൽ സോളിഡും മീതെ കുറച്ച് മണലും ഉള്ള ഒരു സർഫേസിൽ ഒരു ലെതർ ചെരുപ്പിട്ടിട്ട് ഒരാൾ പോകുമ്പോൾ ആ സൗണ്ട് ടക്ക് ടക്ക് എന്നായിരിക്കില്ല സൗണ്ട്. അതിൽ ഈ മണൽ ഞെരുങ്ങുന്ന ഒരു ശബ്ദം കൂടി ഉണ്ടാവും, ക്രിസ് പ്ലസ് ടക്ക് ഉണ്ടാവും, ടക്ക് പ്ലസ് ക്രീച്ച് ഉണ്ടാവും. അപ്പോൾ ഈ ക്രീച്ച് എന്ന് പറയുന്നത് ആ സൗണ്ടാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത്, ഇത് എഫക്റ്റ് കൊടുക്കുന്ന ആളോട് ഡയറക്ടർ പറയും ഷോ സൗണ്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് ക്രീച്ച് ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് ഇതെന്താണ് ഈ ക്രീച്ച് എന്ന് മനസ്സിലാവില്ല. ഷോ സ്റ്റെപ്സ് വിത്ത് ക്രീച്ച്, അതാണ് ക്രീച്ച്. ഞാനിവിടെ ആദ്യം കണ്ടപ്പോൾ നിങ്ങളെ പോലെ അത്ഭുതപ്പെട്ടു. நெக்ஸ்ட் இதில் என்ன டெவலப்மெண்ட் வரும்னு நினைக்கிறீங்க? இப்போ ஃபஸ்ட்டு நீங்கள் சொன்ன மாதிரி அந்த ஃபுட் ஸ்டெப் லெதர் வச்சு கொடுத்து, இப்போ அது இல்லாத எல்லாம் ஷூ போட்டு கொடுக்குறோம். இப்போ அது சேஞ்ச் ஆகிருக்கு. நெக்ஸ்ட்டு இதுக்கப்புறம் என்ன சேஞ்ச் ஆகும், ஃபஸ்ட்டு பேசுனது போல் ஸ்பாட் ரெக்கார்ட் பண்ணுறது, அந்த இது இப்போ கொஞ்சம் எஃபெக்ட் சைடு ரொம்ப இன்வால்வ் ஆகிட்டு வராங்க. இப்போ அது இப்போது லைன் ஒர்க்கு, இது போல் வண்டி சவுண்டு, ஏரோப்ளைன் சவுண்டு, அது போல் இப்போ பாம்பு போட்டுக்கிறது, கன் சவுண்டு, அது எல்லாம் இப்போ சிஸ்டத்தில் வந்தாச்சு. இப்போ ஃபஸ்ட்லாம் நீங்கள் கேட்டது போல் டேப்பு கேட்ட வச்சு அதெல்லாம் பண்ணிட்டு இருந்தோம். இப்போ இது மாறிச்சு. நெக்ஸ்ட்டு இதுக்கு அடுத்தது எப்படி மாறுன்றது நம்மளால் கரெக்டாக சொல்ல முடியும். ஒரு க்ரௌடோட ஷார்ட், ஒரு பெரிய റാലി, நிறைய க்ரௌடு, அதுக்கு லாத்தி சார்ஜ் வருது, நம்ம கிளாஸ்மேட்ஸில் எல்லாம் பண்ண மாதிரி அது வரும்போது இதே சிஸ்டம் தான். ஆமாம், மேனுவல் பண்ணிட்டு அது ഡിഫറെൻറ്റ് ട്രാക്സ് എടുത്ത് അവർ പറഞ്ഞത് ഒരാളുടെ ഫുഡ് സ്റ്റെപ്സ് എടുക്കുമ്പോൾ അത് മാനുവലായിട്ട് എടുക്കും. പക്ഷെ ഒരു ക്രൗഡിൻ്റെ എടുക്കുമ്പോൾ മാനുവലായിട്ട് തന്നെ മേജറായിട്ട് നിങ്ങൾക്ക് വിഷ്വലിൽ കാണുന്ന മേജർ ഫുഡ് സ്റ്റെപ്സ് മാനുവലായിട്ട് തന്നെ എടുത്തിട്ട് പല ട്രാക്കുകളിലാക്കിയിട്ട് ഇതിനെ പാരലൽ ചെയ്യാന്ന് പറയും, പാരലൽ ചെയ്ത് സിങ്ക് ചെയ്യാന്ന് പറയും. അപ്പം ഈ മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ മാനുവലി ചെയ്യണമായിരുന്നു. ഇപ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, അവർക്ക് സിസ്റ്റത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിൻ്റെ സിങ്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സെപ്പറേറ്റ് ട്രാക്കുകളിൽ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം ഈ ഫുഡ് സ്റ്റെപ്സ് ഇവിടെ പാരലൽ ചെയ്തിട്ട് സിങ്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിൽ നടക്കുന്ന ഒരു കഥയുടെ ആണെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആംബിയൻസിൻ്റെ സൗണ്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ദുബായിൽ ഷൂട്ട് ചെയ്യുന്നൊരു ഫിലിം ആകുമ്പോൾ അവരുടെ അടുത്ത് ദുബായിയുടെ ജനറൽ സാധനങ്ങളൊക്കെ അവരുടെ അടുത്ത് റെക്കോർഡഡ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്ന ചില പർട്ടിക്കുലർ സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അറബിക്കഥയിലൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഫിഷ് മാർക്കറ്റിൽ ഒരുപാട് കച്ചവടക്കാർ മലയാളികളാണ്, കുറേ പേര് ബംഗാളീസ് ഉണ്ട്, തമിഴന്മാരുണ്ട്, തെലുങ്കന്മാരുണ്ട്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഈ സൗണ്ടും ശബ്ദങ്ങളും ഉണ്ടാവും. പിന്നെ ഈ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സൗണ്ടുകൾ, ഫിഷ് കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനറൽ ആംബിയൻസിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ചില ഡീറ്റെയിലിംഗ് ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എനിക്കൊരു റെക്കോർഡർ തന്നു, ഒരു പ്രത്യേകതരം റെക്കോർഡർ. അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ നമ്മളുടേതായിട്ടുള്ള ബഹളങ്ങളൊക്കെ കഴിയുന്ന സമയത്ത്
ആ ജനറൽ ആംബിയൻസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരണം. അത് ഞാൻ ആ സിനിമയുടെ ഓരോ സ്ഥലത്ത് നമ്മളിപ്പോൾ ഡെസേർട്ടിൽ പോയപ്പോൾ ഡെസേർട്ടിലെ വിൻഡ്, ഡെസേർട്ടിലെ ചില സൗണ്ട്സ്, നൈറ്റിലുള്ള ചില സൗണ്ടുകൾ, ഈ ഫിഷ് മാർക്കറ്റിലുള്ള സൗണ്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ഭയ്യ, അതെ ചാനൽ ഏതാണെന്ന് പറഞ്ഞില്ല. ചാനല ഏത് ചാനല്? സ്കീമർക്കല്ലേ പടി. രവി വർമ്മ. കർത്താവേ, ക്ഷത്രിയൻ. എന്നിട്ടാണ് എടാ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഒരിക്കൽ പയറ്റിയ കളരിയിൽ പിന്നെയും പോരുത്. ഇത് 5 മിനിറ്റ് പോലും ആയില്ല, പിന്നെയും പോയേക്കാണ്. നാണക്കേടുന്നല്ല എന്ത് പറയാ. ഞാനില്ലെങ്കിൽ കാണായിരുന്നു. അതെ, നിന്നെ ആരുടെ തരികിട പഠിപ്പിച്ചത്? ബ്ലഡി സ്റ്റൂൾ. അതെ ചേട്ടാ. ഓ, സൗണ്ട് ഇഫക്റ്റ് മേഖലയിൽ തെന്നിന്ത്യൻ സിനിമയിൽ എടുത്തു പറയാനായിട്ട് വളരെ കുറച്ച് പേരുകളേ ഉള്ളൂ. പ്രകാശ്, മുരുകേഷ്, അരുൺ സീനു, സേതു, രാജു, പിന്നെ കേരളത്തിലെ പ്രശസ്തനായ രാജ് മാർത്താണ്ഡം, ഇവരൊക്കെയുള്ളൂ പ്രസിദ്ധരായിട്ട്. ഇതിന് ഒരു പ്രധാന കാരണം ഇത് പഠിപ്പിക്കുന്ന സൗണ്ട് എഫക്ട്സ് പഠിപ്പിക്കുന്ന കോഴ്സുകളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഇല്ല എന്നുള്ളതാണ്. വളരെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും കയറി വന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണിതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒന്നാം തരം ചെവി, ഒന്നാം തരം കണ്ണ്, ഇതിനൊക്കെ പുറമെ സൂക്ഷ്മമായ ശബ്ദബോധം, സൗണ്ട് സെൻസ്, പ്രകൃതിയെ കണ്ണും കാതും തുറന്ന് നിരീക്ഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ അഭ്യാസം. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് വളർത്തിയെടുക്കാവുന്ന സ്കില്ലും. സിനിമയുടെ മേഖലയിൽ എത്ര പേരുടെ കരുതൽ, ഏകാഗ്രത, ഇന്ദ്രിയ ജാഗ്രത പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?